ഹേ ഗൈസ്, ആരും സ്ക്രോൾ ചെയ്ത് പോകരുത്. വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന്. ഞാനൊരാണായിട്ട് പോലും എനിക്ക് ഇവിടെ മുഖം മറിച്ച് വീഡിയോ ചെയ്യേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? ടെലിഗ്രാം ഇഷ്യൂ. ഇത് വളരെ സീരിയസ് ആണ് ഗൈസ്. ഈഗിൾ ഗെയിമിംഗ് പറയുന്ന പോലെ നമുക്കിത് ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. സോഷ്യൽ മീഡിയയുടെ ഒരു ഡാർക്ക് സൈഡ് തന്നെയാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും വിചാരമുണ്ട് ഈ ടെലിഗ്രാമിൽ ഏറ്റവും കൂടുതൽ പ്രൈവസി ഉണ്ട്, അതുകൊണ്ട് എന്തുമാവാം, അല്ലെങ്കിൽ ആ ആപ്പ് വെച്ച് എന്തും ചെയ്യാന്നുള്ളത്. എന്നാൽ നിങ്ങളൊരു കാര്യം വിചാരിക്കണം, എല്ലാത്തിനും ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അതുപോലെ തന്നെ ടെലിഗ്രാമിനും ഉണ്ട് ഒരു ലൂപ്പ് ഹോള്. ടെലിഗ്രാമും ഒരു രാജ്യത്ത് അതിന്റെ സെർവർ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമങ്ങൾ പറയുന്ന പ്രോട്ടോകോൾ അവർക്ക് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ആ രാജ്യത്തിലെ ഗവൺമെന്റ് എപ്പോൾ നമ്മുടെ ഡേറ്റാസ് ആവശ്യപ്പെടുന്നു അപ്പൊ ടെലിഗ്രാമിന് കൊടുത്തേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ടെലിഗ്രാമിന് രാജ്യത്ത് ശരിക്കും പ്രവർത്തിക്കാനുള്ള ലൈസൻസ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. പക്ഷെ എല്ലാത്തിൻ്റെ ഒരു വിചാരം ഉണ്ട്, ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എന്ത് തോന്നിവാസവും കാണിക്കാമെന്നുള്ളത്. അതായത് സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോസ് വരെ മോർഫ് ചെയ്തിട്ട് അത് വീഡിയോ ആക്കി, AI വെച്ച് വീഡിയോ ആക്കി എന്തും ചെയ്യാമെന്നുള്ളത്. നിങ്ങൾ വിചാരിക്കപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നവർ മാത്രമേ ഈ ഒരു ഇതിൽ വരുന്നുള്ളൂ എന്ന്. എന്നല്ല, നമ്മളെപ്പോലുള്ള സാധാരണക്കാരും അതിൽ വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മുഖം മറച്ചതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. ഞാനൊരാണാണ്, പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ മുഖം കാണിക്കാൻ പേടിയാണ്. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഗൈസ്. ഇത് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനി വരുന്ന ജനറേഷനെ കൂടി ഇത് ബാധിക്കും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയസിനെ കുറിച്ച് ഈ പ്രശ്നം എല്ലാം തുടങ്ങാനുള്ള കാരണം സോഷ്യൽ മീഡിയയെ കുറിച്ച് പ്രോപ്പറായിട്ടൊരു ക്ലാസ് എങ്ങും ആരും കൊടുക്കുന്നില്ല. സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം, മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള ഇന്റർനെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എങ്ങും ആരും പഠിപ്പിക്കുന്നില്ല ഇപ്പോഴത്തെ തലമുറ. മെയിനായിട്ട് അത് തന്നെയാണ് മെയിൻ റീസൺ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പേരൻസ് കുട്ടികൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരതിൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. എനിക്കൊക്കെ ഒരു പ്രായമായിട്ടാണ് ഫോൺ കിട്ടിയത്, തിരിച്ചറിവിൻ്റെ ഒരു പ്രായമായിട്ട്. അതായത് 18 വയസ്സും കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഫോൺ, സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടിയത് ഉപയോഗിക്കാൻ. അതിനു മുമ്പ് ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെ ഫോണായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ യൂസ് ചെയ്യുന്ന ഫോണായിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ കിട്ടിയത് ഒരു 18 വയസ്സ് കഴിഞ്ഞ ശേഷം. എന്നാൽ പോലും എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാറുണ്ട്. ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. പേരൻസിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നാളെ വല്ല 18+ ഗ്രൂപ്പുകളിലും ചെന്ന് അതിൽ നിങ്ങളുടെ വീഡിയോ തന്നെ, നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വീഡിയോ ആക്കി കഴിഞ്ഞിട്ട് അന്നേരം നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂ ആണ്. കാരണം ഈഗിൾ ഗെയിമിംഗ് പറയുന്നുണ്ടല്ലോ, ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂ ആണെന്ന്. സത്യമാണ്, ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡാർക്ക് റിയാലിറ്റി. അതായത് നമ്മൾ പലരും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഈഗിൾ ഗെയിമിംഗ് ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് പലരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷെ ഇത് പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്. പണ്ടും ഇല്ലെന്ന് പറയുന്നില്ല, ഇന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് ഇതിന്റെ എക്സ്ട്രീം ലെവലിലായിരിക്കുകയാണ്. സോ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വരും തലമുറയുടെ കാര്യത്തിലും തീരുമാനമാകും. സോ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നശിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ സൈബർ സെല്ലിൽ ഇൻഫോം ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിനെ ഇൻഫോം ചെയ്യുക. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നിങ്ങൾക്കും മനസ്സിലാകത്തുള്ളൂ ഇത് എത്രത്തോളം ഭയാനകരമാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സൈബർ സെല്ലിൽ തന്നെ ഇൻഫോം ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സൈബർ സെല്ലിൽ തന്നെ ഇൻഫോം ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഗൈസ്, ഇതിൽ ആൺപിള്ളേരും സേഫ് ആണെന്ന്. ഒരിക്കലും ഇല്ല. ആൺപിള്ളേരും സേഫ് അല്ല, പെൺപിള്ളേരും സേഫ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ മുഖം മറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഇമാതിരി തന്തയില്ലാത്തവന്മാര് നാളെ വേണമെങ്കിൽ ഒരു ആണൊരുത്തൻ്റെ ഫോട്ടോയും കൊണ്ടുപോയി ഇത്തരം ഗ്രൂപ്പുകളിൽ ഇട്ടിട്ട് ഇത് മോർഫ് ചെയ്ത് തരുമോ, പൈസയും കൊടുത്ത് മോർഫ് ചെയ്ത് തരുമോ എന്ന് പറയാം. അപ്പം ആൺപിള്ളേർക്ക് സേഫ് അല്ല, പെൺപിള്ളേർക്ക് സേഫ് അല്ല. ഇമാതിരി അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത അപരാധങ്ങളെ എന്നെ കഴുത്തറുത്ത് കൊല്ലേണ്ട സമയമായി. അത് സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് ഇനി സമൂഹം ചെയ്തു തുടങ്ങിയെങ്കിൽ ശരിയാവത്തുള്ളൂ.